2018 മുമ്പ് തന്നെ ഇതിന് വലിയൊരു അപകടം സംഭവിച്ചാണ്. അതും ഒരു തലമുടി നാരിഴയ്ക്കാണ് ഞങ്ങളൊക്കെ രക്ഷപ്പെട്ടത്. ഒരു സംവിധാനം പഞ്ചായത്താണെങ്കിലും സർക്കാരാണെങ്കിലും ഇടപെട്ട് ഞങ്ങളെ ഈ ഇത്രയും വീട്ടുകാരെ വിട്ട് മാറ്റണം. ആദ്യമായിട്ടൊന്നും നമുക്ക് പറയാനില്ല. നമുക്ക് അധികം സ്ഥലവും വേണ്ട, ഒന്നും വേണ്ട. ഒരു 3 സെന്റ് സ്ഥലം, പിന്നെ അതിനകത്ത് ഒതുങ്ങും നമുക്ക് ചെറിയൊരു വീട്. അല്ലാണ്ട് നമുക്കൊന്നും വേണ്ട. നമ്മൾ ചെറിയ കുഞ്ഞുങ്ങളെ കൊണ്ട് കഴിയുന്നത്. അല്ലാണ്ട് നമുക്ക് വേറെ ഒന്നും നമ്മൾ അവകാശപ്പെടുന്നില്ല. എല്ലാം ശരിയാക്കാന്ന് പണ്ട് സർക്കാർ പറഞ്ഞ പോലെ ശരിയാക്കിയാൽ പോരെ, നമുക്കത് അതിനുള്ള പ്രാബല്യത്തിൽ കിട്ടണം. ട്രൂ മീഡിയ കേരള വന്നെത്തി നിൽക്കുന്നത് കണ്ണൂർ ജില്ലയിലെ ഉളിക്കൽ ഗ്രാമപഞ്ചായത്തിലെ അറബിക്കുളം എന്ന് പറയുന്ന സ്ഥലത്താണ്. നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടു, കുറെ അമ്മമാരെയും ചേട്ടന്മാരെയും ഒക്കെ കണ്ടു. 2018 ഉരുളുപൊട്ടിയ ഒലിച്ചുപോയ ഒരു തോട്ടിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഈ 2018 തൊട്ട് 2026 വരെ ഈ 9ഓളം കുടുംബങ്ങൾ മഴക്കാലത്ത് ഓരോ ക്യാമ്പുകളിലേക്കും ഓരോ ബന്ധുക്കളുടെ വീടുകളിലേക്കും ഒക്കെ മാറി താമസിക്കേണ്ട അവസ്ഥയാണ് ഉള്ളത്. 2018 തൊട്ട് 2026 വരെ ഇവർക്ക് ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം കണ്ടെത്താൻ ഇവിടെയുള്ള ഗവൺമെന്റിനോ സർക്കാരിനോ ഒന്നും സാധിച്ചിട്ടില്ല എന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ ഇവരുടെ ആശങ്കകൾ ഒന്ന് എന്തൊക്കെയാണ് എന്ന് അധികൃതരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ട്രൂ മീഡിയ കേരള ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. അവരോട് തന്നെ നമുക്ക് നേരിട്ട് ചോദിച്ചറിയാം അവരുടെ വിഷമങ്ങളും കാര്യങ്ങളും, എന്താണ് ഇനി അവർക്ക് വേണ്ടത് എന്നും. ഉളിക്കൽ പഞ്ചായത്ത് കോയിത്തട്ട് 4-ാം വാർഡ് അറബിക്കുളം എന്ന സ്ഥലത്താണ് ഈ ഒരു മഹാദുരന്തം സംഭവിച്ചിട്ടുള്ളത്. ഇപ്പോൾ സാറാമ്മ പറഞ്ഞതുപോലെ 2018 മുമ്പ് തന്നെ ഇതിലും വലിയൊരു അപകടം സംഭവിച്ചാണ്. അതും ഒരു തലമുടി നാരിഴയ്ക്കാണ് ഞങ്ങളൊക്കെ രക്ഷപ്പെട്ടത്. 2 വീട് പൂർണ്ണമായിട്ട് പോവുകയും ദൈവകൃപയാൽ ആർക്കും തന്നെ ആളപായ ഒന്നും സംഭവിച്ചിട്ടില്ല. ആ ഒരു വീട്ടുകാർക്ക് ഒരു ഉടുതുണി അല്ലാതെ വേറെ ഒരു വസ്തുക്കളും ലഭിക്കാൻ സാധിച്ചിട്ടില്ല. അതിനുശേഷമാണ് ഈ 2018 ഈ ഒരു മഹാദുരന്തം സംഭവിച്ചത്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 വശവും വെള്ളത്താൽ മൂടപ്പെട്ടു. ഞങ്ങൾ നടുക്കാണ്. ആ സമയത്ത് പ്രായമായ ഒരു അമ്മയുണ്ടായിരുന്നു, പൂർണ്ണ ഗർഭിണിയായ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. ഇവരെ രക്ഷപ്പെടുത്താൻ യാതൊരു മാർഗവുമില്ലാതെ അല്പം ഒന്ന് വെള്ളം ശമിച്ചു കഴിഞ്ഞപ്പോൾ കയറ് അപ്പുറവും ഇപ്പുറവും ഇട്ടിട്ട് എങ്ങനെയാണ് സംഭവിച്ചത്, ഏതോ ദൈവനിശ്ചയം എന്ന് വേണം പറയാൻ. അവരെ കര കയറ്റിക്കഴിഞ്ഞ് ആ തോടിനപ്പുറം കയറ്റുകയും അതേ സ്പോട്ടിൽ തന്നെ വീണ്ടും അതിശക്തമായിട്ടുള്ള ഉരുൾ വീണ്ടും പൊട്ടുകയാണ് ചെയ്തത്. അങ്ങനെ ആ വീട്ടിൽ ഉപയോഗിച്ച് കഴിഞ്ഞ് ആ വശം പൊട്ടിക്കഴിഞ്ഞപ്പം വീണ്ടും ഇവിടുന്ന് ഉരുൾ പൊട്ടിയിട്ട് അതിശക്തമായിട്ടുള്ള വെള്ളം ഇതിലേ വന്നു. ഇവിടെ നിൽക്കാൻ ഞങ്ങൾക്ക് ഇതിലേ പോകത്തില്ല. 4 വശവും അടഞ്ഞെന്ന് വേണം തന്നെ പറയാൻ. ആ ഒരു മഹാദുരന്തത്തിൽ നിന്ന് ഞങ്ങൾക്ക് മറ്റൊന്നും ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ശാശ്വതമായിട്ട് ഞങ്ങൾക്കൊന്ന് അന്തി ഉറങ്ങാനുള്ള ഒരു വീട് ഞങ്ങൾക്ക് ലഭിക്കണമെന്ന് മാത്രമാണ് അധികൃതരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇതിനു മുമ്പും നമ്മൾ ആവശ്യപ്പെട്ടിരുന്നു, ലൈഫിൻ്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടെങ്കിലും ഞങ്ങൾക്ക് ശാശ്വതമായ ഒരു താമസ സൗകര്യം ഞങ്ങൾക്ക് ഒരുക്കി തരണമെന്ന്. അതിനും മേൽ അധികാരികളിൽ നിന്ന് ഞങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള ആനുകൂല്യങ്ങളും യാതൊരു പ്രതിഫലവും നമുക്ക് ലഭിച്ചിട്ടില്ല. ഇനി വരും കാലങ്ങളിൽ ഇപ്പോൾ നമുക്കറിയാം, കഴിഞ്ഞ ഈ ഒരു ഉരുൾപൊട്ടി ഈ കുഞ്ഞുങ്ങളെ എല്ലാം എടുത്തുകൊണ്ട് വേണം ഈ തോട് കടന്നു പോകാൻ. ഒരു പാലമില്ല, ഈ റോഡിൽ കൂടിയാണ് ഓടാൻ പറ്റില്ല. രാത്രി സമയത്ത് ഉരുൾപൊട്ടി വന്നു കഴിഞ്ഞാൽ ഏത് വഴിക്കാണ് ഓടേണ്ടതെന്നുള്ള യാതൊരു ലക്ഷ്യം നമ്മുടെ മുമ്പിലില്ല. സുഖമില്ലാതെയാണ് ഞങ്ങളെല്ലാം ജീവിക്കുന്നത്. എനിക്കാണെങ്കിൽ ശ്വാസം മുട്ടൽ, ഷുഗർ, കൊളസ്ട്രോള്, ഇങ്ങനെ പല രോഗത്താലും നിരന്തരം മരുന്നുമായിട്ട് കഴിയുന്നൊരു വ്യക്തിയാണ്. അതുപോലെ ഇവിടെ താമസിക്കുന്ന വീടുകളിലുള്ളവർക്കെല്ലാം ശാരീരികമായിട്ട് സുഖമില്ലാത്തവരാണ്. അപ്പോൾ ഞങ്ങൾക്ക് കൂടുതലൊന്നും തന്നെ പറയാനില്ല. ഈ 9 വീട്ടുകാരെ ശാശ്വതമായിട്ടുള്ള ഒരു അഭയസ്ഥാനത്ത് ഞങ്ങൾക്ക് എത്തിക്കണമെന്ന് താഴ്മയോടുകൂടി ഫസ്റ്റിലെ പൊട്ടിയത്. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് ഇത് ഇട്ട് കിട്ടിയത്. പിന്നെ നമുക്ക് ഇത് ഇപ്പോഴത്തെ മഴയും വെള്ളവും വന്നപ്പം തികച്ചും അങ്ങ് പോയിപ്പോയി. അതുപോലെ തന്നെ ഈ ഭാഗം അവിടെ ഈ പ്രാവശ്യം മോളിൽ നിന്ന് പൊട്ടി വന്നിട്ട് അതിലേക്ക് പോയി. കഴിഞ്ഞ പ്രാവശ്യം 2018 അങ്ങനെ തന്നെ സംഭവിച്ചിരിക്കുന്നത്.
അപ്പം ഞങ്ങൾക്ക് ഈ 8-9 വീട്ടുകാർക്ക് ഇവിടെ താമസിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. മഴക്കാലം പിടിക്കുമ്പോൾ സാധനങ്ങളും പെറുക്കി അക്കരയ്ക്ക് കയറണം, പിന്നെ തിരിച്ച് കുറയുമ്പോൾ ഇക്കരയ്ക്ക് വരണം. ഇത് പറ്റുകയില്ല. ഇതിനൊരു തീരുമാനം ഞങ്ങൾക്ക് കേരള സർക്കാരിൽ നിന്നുണ്ടാകണം. അതിനു വേണ്ടിയുള്ളതാണ്. പഞ്ചായത്തും കേരള സർക്കാർ എല്ലാവരും കൂടി ഇന്നും പോയി നാളെ ഞങ്ങളൊക്കെ പ്രായമുള്ളവരാണ്. ഇന്നും പോയി നാളെ പോയി പ്രായം ചെന്ന് കഴിഞ്ഞാൽ ഇതിലേക്കൂടെ ഞങ്ങളെ എടുത്തോണ്ട് വരും. 2018 ഉരുൾ പൊട്ടിയപ്പോൾ 3 വീട്ടുകാരുടെ വീട്ടിൽ അമ്മമാരും ഒരു കാർന്നവരുണ്ടായിരുന്നു, ഒരു ഗർഭിണി പെണ്ണുണ്ടായിരുന്നു, ഒരു വയസ്സായ അമ്മയും വീട്ടിലായിരുന്നു. ഇവരൊക്കെ എടുത്താണ് അക്കരെ കടത്തിയത്. അത് കഴിഞ്ഞ് ഇവിടെ ഇരുളുമുട്ടി വെള്ളം കൊണ്ട് കയറ് കെട്ടിയിട്ടാണ് ഞങ്ങളെല്ലാവരും അക്കരയ്ക്ക് കടന്നത്. അപ്പോൾ അന്ന് ഞങ്ങൾ കളക്ടർക്കൊക്കെ പരാതി കൊടുത്തു. അന്നൊരു തീരുമാനം ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് ഇതിനൊരു തീരുമാനം നിങ്ങൾ കണ്ടിട്ട് കേരള സർക്കാരിന് ഞങ്ങൾക്ക് ഇത് കിട്ടണം. ഞങ്ങൾ ഈ 8 വീട്ടുകാർ ഇവിടെ നിന്ന് മാറ്റി ഞങ്ങൾക്കൊരു 5 സെൻറ്റ് സ്ഥലം ഒരു വീട് ഞങ്ങൾക്ക് കിട്ടിയാൽ മതി. പിന്നെ ഇവിടെ മഴക്കാലം പിടിച്ചു കഴിയുമ്പോൾ ഇന്നും പോയി എല്ലാവരും രോഗികളും പ്രായമുള്ളവരൊക്കെയാണ്. ഇന്ന് ഇപ്പോഴത്തെ രോഗങ്ങളില്ലാത്തവരാരും തന്നെ ഇല്ല, എല്ലാവരും രോഗക്കാരാണ്. അതുകൊണ്ട് നമുക്കൊരു തീരുമാനം വേണം. ഈ അധികൃതരോട് ചോദിച്ചപ്പോൾ അവരെന്താ പറയുന്നത്? ഞങ്ങൾ ഇന്ന് കളക്ടർ അടുത്ത് പരാതി പറഞ്ഞു, ആ പരാതി കൊടുത്ത് അവിടെ തന്നെ ഉള്ളൂ. അതിനൊരു തീരുമാനം ഇതുവരെ വന്നിട്ടില്ല. ഏകദേശം 8-9 വർഷമായി. 2018 പോയതാണ്. ഇതുവരെ അതിന് തീരുമാനം ഉണ്ടായിട്ടില്ല. ഇതിനൊരു തീരുമാനം ഉണ്ടാക്കി നമുക്ക് കിട്ടിയാൽ മതി. കാരണം ഇന്നും പോയി നാളെയും പോയി ചിലപ്പോൾ വടി കുത്തിപ്പിടിച്ചാണ് ഇവരൊക്കെ ഇറങ്ങി വരുന്നത്. ഞങ്ങളെ കഴിഞ്ഞ് മുകളിലാണ് ഇവർ. അതിൻ്റെ മുകളിലാണ് ഒരു വീടുള്ളത്. ഒരു കൊച്ചും ഒരു പെണ്ണും ഒരു കെട്ടിയവനും 2 പിള്ളേരാണ്. ഞങ്ങൾക്ക് ബന്ധുവീട് വഴി പോയി നിൽക്കാനോ ഇതൊന്നും ഒരു 4 ദിവസം 2 ദിവസമൊക്കെ പറ്റുമായിരിക്കും. അത് കഴിഞ്ഞാൽ പറ്റുകയില്ല. പിന്നെ ഇവർ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. എല്ലാ വർഷവും ഈ മഴക്കാലത്ത് ക്യാമ്പിലല്ലേ ആരുടെയും വീട്. ഈ വീട് തുടങ്ങി അവരുടെ പഴയ വീടുണ്ടെന്ന് അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്നത്. ഇവരുടെ ഭർത്താവ് മരിച്ചുപോയി. ഇവർ തന്നെയാണ് താമസിക്കുന്നത്. മക്കളൊക്കെ കെട്ടിച്ച് വിട്ട്. മക്കളെയാണെങ്കിൽ അധികം നാളൊന്നും ഒരാൾക്കും നിൽക്കാൻ പറ്റില്ല. സ്വന്തം വീട്ടിൽ ആരെങ്കിലും ഇങ്ങനെ പോയി നിൽക്കില്ല. അത് അന്ന് ഇവിടെ ഇല്ലായിരുന്നു. ഇവർക്കെന്തോ സുഖമില്ലാണ്ട് അവരുടെ മകളുടെ വീട്ടിലായിരുന്നു. അപ്പോൾ അതിനൊരു തീരുമാനം കേരള സർക്കാരിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടിയേ പറ്റുള്ളൂ. ഇഷ്ടംപോലെ സ്ഥലങ്ങൾ കിടപ്പുണ്ടല്ലോ. അവിടെയൊക്കെ ഞങ്ങൾക്കൊരു പെര വെച്ചതാണ്. എന്തേലും സ്ഥലങ്ങൾ ഒരു വെറുതെ പാടില്ലാതെ കിടപ്പുണ്ട്. ഞാൻ പറഞ്ഞുതരാം, എണ്ണിക്കെ പറഞ്ഞുതരാം. ഒരുപാട് സ്ഥലങ്ങൾ. അതൊക്കെ വലിയവന്മാരുടെ കയ്യിലിരിക്കുന്നതാണ്. എന്നതാണെന്ന് പറഞ്ഞാൽ വോട്ടിൻ്റെ സമയത്ത് എല്ലാ നേതാക്കളും BJP തുടങ്ങി, കോൺഗ്രസ് തുടങ്ങി, മാർക്സിസ്റ്റ് തുടങ്ങി എല്ലാവരും വീട് വിടാന്തരം കയറും. പിന്നെ ഇപ്പം സുധീഷ് പറഞ്ഞ പോലെ ഉരുള് പൊട്ടുന്ന സമയത്ത് 2 ദിവസം വന്ന് എത്തി നോക്കും, ശരിയാക്കാമെന്നും പറഞ്ഞു പോകും. അങ്ങനെ ഒരു ശരിയാകലും ഇതുവരെ നമുക്ക് നടന്നിട്ടില്ല. ഇനിയും നമുക്കത് സഹിക്കാനുള്ള ശക്തിയില്ല. തന്നെയല്ല ഞങ്ങളെല്ലാവരും മരുന്ന് കഴിക്കുന്നവരും ബ്ലോക്കുള്ളവരൊക്കെയാണ് നമ്മളൊക്കെ. എപ്പോഴാണ് നമുക്ക് വേറൊന്നും വേണ്ട. ഒരു 3 സെൻറ്റ് സ്ഥലം ഒരു വീടും നമുക്ക് കിട്ടിയാൽ മാത്രം മതി. വേറൊന്നും വേണ്ട. ഇതിൽ കൂടുതൽ നമുക്ക് കേരളത്തിനോട് അഭ്യർത്ഥിക്കാൻ ഒന്നും തന്നെ ഇല്ല. കാരണം ഞങ്ങൾ 2 പേർക്കും വയ്യാത്തവരാണ്. എൻ്റെ ചെറിയ കൊച്ചുണ്ടായിരുന്നു, അവളെ ഇവിടെ ഇല്ല. അങ്ങനെ ഒരുപാട് അസ്വസ്ഥതകളുണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ. അതുകൊണ്ട് നമ്മളെ ഇവിടെ നിന്ന് ഇപ്പം തന്നെ ഇതിലേ കടന്ന് പോകണമെങ്കിൽ തന്നെ എന്തേരം പാടുണ്ടെന്ന് നിങ്ങൾ തന്നെ ഒരു കാല് തെറ്റി അപ്പാട് മറിഞ്ഞ് വീണ്. അങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ ഗതികൾ. നമ്മുടെ പറമ്പിൻ്റെ അപ്പുറം തുടങ്ങി ഉരുൾ പൊട്ടിയിട്ട് പിന്നെ വന്നതാണ്. ഉരുൾ പൊട്ടി പറമ്പ് കുറയെല്ലാം അങ്ങ് പോയി. 2018 ഉരുൾ പൊട്ടിന്. ഇനി ഇതിങ്ങനെ ആയിപ്പോയി. തുടർന്ന് ഒരു കൊല്ലൂടെ കഴിഞ്ഞ് നമുക്ക് നടക്കാനോ കാല് കൊണ്ട് പറ്റുമൊന്നുമില്ല. എന്തെങ്കിലും ഒരു വഴി കേരളം അല്ലെങ്കിൽ അവർ നമ്മളെ എന്തെങ്കിലും മാർഗത്തിൽ എന്തെങ്കിലും ചെയ്ത് കളയണം. അല്ലാതെ നമുക്കൊന്നും പറയാനില്ല. എല്ലാം ശരിയാക്കാമെന്ന് പണ്ട് സർക്കാർ പറഞ്ഞ പോലെ ശരിയാക്കിയാൽ പോരെ. നമുക്കത് അതിനുള്ള പ്രാബല്യത്തിൽ കിട്ടണം. 2018 അതിന് മുൻപ് ഒരു പ്രാവശ്യം ഇവിടെ ഉരുള് പൊട്ടി. അപ്പൊ ആ ഉരുള് പൊട്ടി വന്ന സമയത്ത് ഞങ്ങളുടെ ഈ വീടിന്റെ അപ്പുറത്തെ സൈഡിൽ ഒരു വീടുണ്ട്. ആ വീട് കംപ്ലീറ്റ് അടിച്ചു പോയി. അതിന്റെ സൈഡിൽ താമസിച്ച ഒരു വീടിന് കുറെ കേടുപാട് പറ്റി. അതിനുശേഷമാണ് ഈ 2018 ഈ ഉരുള് പൊട്ടുന്നത്. ആ ഉരുള് പൊട്ടിയ സമയത്ത് ഞങ്ങൾ 14 ദിവസം അക്കരെ ഒരു വീട്ടിൽ ക്യാമ്പിൽ താമസിച്ചു. പിന്നെ ഈ പ്രാവശ്യം ഉരുള് പൊട്ടുമ്പോൾ ഞാൻ എൻ്റെ വീട്ടിലില്ലായിരുന്നു. ഞാൻ ഒറ്റയ്ക്ക് താമസിക്കുന്നതാണ് എൻ്റെ വീട്ടിൽ. 3 പെൺമക്കളാണ്. അവരെ 3 പേരും കല്യാണം കഴിച്ചു വിട്ട് ഭർത്താവ് മരിച്ചു ഒരു ആക്സിഡന്റിൽ. ഇപ്പോൾ 5-6 വർഷമായി. അപ്പോൾ ഇപ്പോൾ ഈ ഉരുള് പൊട്ടുന്ന സമയത്ത് ഞാൻ ഇവിടെ ഇല്ലായിരുന്നു. എനിക്ക് പുറത്തൊരു ഓപ്പറേഷനായിട്ട് എൻ്റെ മോളുടെ വീട്ടിലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്കൊരു മഴ കാണുമ്പോഴത്തേനും ഞങ്ങൾക്ക് പേടിയാണ്. പിന്നെ തന്നെയല്ല, കഴിഞ്ഞ വർഷം ഇതുപോലെ രാത്രി വലിയ മഴ കണ്ടപ്പോൾ ഞങ്ങൾ ഒരു 3-4 വീട്ടുകാരെ അക്കരെ ഈ കടയുടെ വാതിക്കലെ, കുഞ്ഞുമിച്ച് ഓർക്കുന്നില്ലേ, കടയുടെ വാതിക്കൽ ഞങ്ങൾ രാത്രി 12 മണി വരെ കുത്തിയിരുന്ന് ഒരു മഴയൊന്ന് ശമിച്ചു എന്ന് കണ്ടപ്പോൾ ഞങ്ങൾ തിരിച്ചു കയറി പോന്നു. അങ്ങനെ വരെയുള്ള അവസ്ഥകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഞങ്ങൾ ഈ 8-9 വീട്ടുകാരെ, പിന്നെ ആ വീടടക്കം അങ്ങനെ ഈ 10 വീട്ടുകാരെ ഒരു സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറ്റണമെന്നാണ് ഞങ്ങളുടെ മുഖ്യമായ ആവശ്യം. ഞങ്ങളെല്ലാവരും ഒരുപോലെ കൂലിപ്പണി എടുത്തും അല്ലാതെയും വയസ്സും പ്രായമൊക്കെ ആയിട്ട് അങ്ങനെ ജീവിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അതാണ് ഞങ്ങളുടെ മുഖ്യമായ ആവശ്യം. ഈ മലയുടെ അടിവാരത്തിൽ 2018 വൻ പ്രളയമായിരുന്നു. 4-5 സ്ഥലത്ത് ഉരുള് പൊട്ടി. ഈ പ്രദേശം മൊത്തം വെള്ളത്താൽ മൂടപ്പെട്ട് മൊത്തം നശിച്ചുപോയ ഒരു ഏരിയയാണിത്. അതിനു മുമ്പും ഒരു വട്ടം 2 വട്ടം ഇവിടെ ഉരുള് പൊട്ടി. അതിനുശേഷം 2018 ശേഷം നമ്മൾ ഈ കഴിഞ്ഞ ദിവസം ഇവിടെ ഭയങ്കരമായ ഉരുള് ഇപ്പം പൊട്ടി. ഞങ്ങളെല്ലാം 2018 ഈ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങളെല്ലാം പിന്നെ നമ്മുടെ വീട്ടിലെ സാധനങ്ങളും എല്ലാം എടുത്ത് നമ്മൾ വേറെ ക്യാമ്പിലേക്ക് മാറി താമസിക്കുകയും
പിന്നെ ബന്ധുമിത്രാളുകളുടെ വീട്ടിൽ പോയി താമസിക്കുകയൊക്കെയാണ്. ചെറിയൊരു മഴ പെയ്തു അല്ലെങ്കിൽ 2 ദിവസം മഴ നിന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്കിവിടെ ഉറക്കമില്ല. അന്നേരം സാധനങ്ങളെല്ലാം പൊതിഞ്ഞു കെട്ടി വേറെ വീട്ടിലേക്ക് അല്ല ക്യാമ്പിലേക്ക്. ഈ കഴിഞ്ഞ ദിവസം ആദ്യം ക്യാമ്പിൽ പോയി തിരിച്ച് വീട്ടിൽ വന്നു. 2 ദിവസം കഴിഞ്ഞപാടെ രാത്രി 8 മണിക്ക് വന്നിട്ട് അധികാരികൾ വന്നിട്ട് പറയും വേഗം എല്ലാം പൊതിഞ്ഞു കെട്ടിക്കോ പൊക്കോ മാറിക്കോ എന്ന് പറയും. അപ്പം അതിനൊരു ശാശ്വത പരിഹാരമായിട്ട് ഞങ്ങളെ ഇവിടെ ഇത്രയും കുടുംബങ്ങളെ ഒന്ന് മാറ്റി താമസിച്ച് ഒരു 3 സെൻറ്റ് സ്ഥലവും ഒരു വീടും തന്ന് ഞങ്ങളെ സഹായിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ ആ വീട്ടിലുള്ളവർ ഈ ഉരുള് പൊട്ടി ഭിത്തിക്ക് വന്ന് അടിച്ചപ്പോഴാണ് അവരറിയുന്നത്. അവർ 4 പെമ്മക്കളും അച്ഛനും അമ്മയും ഓടി രക്ഷപ്പെടുകയത്. അതിനുശേഷമാണ് 2018 ഈ ഉരുള് പൊട്ടുന്നത്. ഈ ഉരുള് പൊട്ടുമ്പോൾ ചിറ്റൂർ മല മാത്രമല്ല പൊട്ടിയത്, വേറെ കൃഷ്ണന്റെ താഴെയുള്ള മലകളും പൊട്ടി. ഇത് ആ ഉരുള് പൊട്ടി വരുന്ന ഒരു മല ഇത് ഒരു തോടിങ്ങനെ, ആ വലിയ തോട് ഇതിങ്ങനെ. ഇവിടെ ഈ മല ഇങ്ങനെ നിൽക്കുന്നിടത്തോളം കാലം ഞങ്ങൾക്ക് യാതൊരു ഇതുമില്ല. ഇവർക്കെതിരെ വരുന്ന നിർത്തി ഇതെല്ലാം വരുന്നത് ഞങ്ങളുടെ പുറത്തേക്കാണ്, ഞങ്ങളുടെ വീട്ടിലേക്കാണ് ഇത് വരുന്നത്. ഞാനും ഇവരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അന്ന് വീട്ടിൽ. ഈ ഉരുള് പൊട്ടി വരുന്നത് ആകാശത്തോടെയാണ് ഇത് വരുന്നത്, നിലത്തോടെയല്ല. അങ്ങനെ വരുമ്പോൾ ഇതെന്നാന്ന് നോക്കി ഞങ്ങൾ രണ്ടുപേരും ജീവനം കൊണ്ട് ഓടി രക്ഷപ്പെട്ടു. ഫോണ് പോലും കയ്യിലെടുക്കാണ്ടാണ് ഞങ്ങൾ രക്ഷപ്പെട്ടത്. എന്നിട്ട് ഞങ്ങൾ തോടക്കരെ കയറി വെയിറ്റിംഗ് ഷെഡിൻ്റെ അവിടെ പോയി നിൽക്കുമ്പോഴാണ് വീണ്ടും രണ്ടാമതും പൊട്ടുന്നത്. അന്ന് ഞങ്ങളുടെ ചട്ടിയും കലവും പാത്രവും അടക്കം മുറ്റത്തോടെ ഉരുള് കെട്ടി പെരയ്ക്കകത്ത് കയറിയില്ലെന്ന് മാത്രമേ ഉള്ളൂ. എന്തോ ഒരു തലമുടിനാരിൻ്റെ ഇടകൊണ്ട് വഴിക്ക് ഇങ്ങനെ നിങ്ങൾക്ക് അതൊക്കെ കാണാം. 2018 പൊട്ടിയ പൊട്ട് ചെന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ആ തോട് ഈ തോട് ഇത് മാത്രമല്ല. അപ്പോൾ അങ്ങനെ ഉരുള് പൊട്ടി ഞങ്ങൾ രക്ഷപ്പെട്ടിട്ട് ഞങ്ങൾക്ക് ഇനി എങ്ങോട്ട് പോകണമെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല, എവിടെയാണ് പോകേണ്ടതെന്നും അറിയത്തില്ല. ഓരോ ഉരുള് പൊട്ടുന്ന സമയം ഓരോ മഴക്കാലം വരുമ്പോഴും ഞങ്ങൾ പിള്ളേരെയും കുഞ്ഞുങ്ങളും 1 വയസ്സ് വരെയുള്ള ഒരു കൊച്ചുങ്ങളുണ്ട്, ഇതുങ്ങളെയൊക്കെ എടുത്തുകൊണ്ട് ബന്ധു വീട് വഴി ഐഡിയയിൽ അഭയാർത്ഥികൾ പോകുന്ന പോലെ പോകണം. ഇതിനകത്തുനിന്ന് എന്തെങ്കിലും ഒന്നുകിൽ ഞങ്ങൾക്ക് വീട് വയ്ക്കാനുള്ള പൈസ തരിക, അല്ലെങ്കിൽ ഞങ്ങൾക്ക് വീട് മാറി താമസിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കുക. ഞങ്ങൾക്ക് ഓരോ വീട് കെട്ടിപ്പോയി. ഞങ്ങളുടെയൊക്കെ ഇത്രയും കാലത്ത് അധ്വാനം കൊണ്ട് ഞങ്ങളൊരു വീട് കെട്ടിപ്പോയി. അതൊരു വലിയൊരു അബദ്ധമായി. ഞങ്ങളിങ്ങനെ ഉരുള് പൊട്ടുന്നറിയാണ് ഞങ്ങളൊരു കുഞ്ഞു വീട് ഉണ്ടാക്കുകയില്ലായിരുന്നു. അത് ഞങ്ങൾക്ക് വലിയൊരു ബുദ്ധിമുട്ടായിപ്പോയി. ഇത് വിട്ടിട്ട് ഞങ്ങൾക്ക് ഇറങ്ങിപ്പോകാൻ പറ്റുന്ന കുഞ്ഞു കുടിലായിരുന്നു ഞങ്ങൾ പോയേനെ. പക്ഷെ ഞങ്ങൾക്ക് ഇത് ഇട്ടിട്ട് ഞങ്ങൾ എങ്ങോട്ട് പോകും, എവിടെ പോയി താമസിക്കും? അധികാരികളെയൊക്കെ അറിയിക്കും, ക്യാമ്പിൽ പോയി കിടക്കും. കുഞ്ഞു മക്കളെയും കൊണ്ടും പീസ് മേക്കർ വെച്ചോ ഹാർട്ടിന് ഓപ്പറേഷനൊക്കെ ചെയ്യുന്ന മനുഷ്യനെ കൊണ്ടൊന്നും പോയി പിന്നെ ക്യാമ്പിൽ നമുക്ക് കിടക്കാൻ പറ്റുകയില്ല. അങ്ങനെയുള്ളതൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടുണ്ട്. ഞങ്ങളൊക്കെ ഒത്തിരി ശാരീരിക വിഷമം അനുഭവിക്കുന്നവരാ. ഇവരെല്ലാവരും അങ്ങനെയുള്ള ഇവർ കുന്നേ താമസിക്കുന്നു. ഇതെല്ലാം കൂടെ പൊട്ടി വരുന്നത് ഞങ്ങളുടെ വീട്ടിലേക്ക്. അപ്പം കഴിഞ്ഞ പ്രാവശ്യം വില്ലേജ് ഓഫീസറും പിന്നെ കൃഷിഭവനിലെ ഓഫീസറൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ചേച്ചി കരഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. 1 ഏക്കർ പറമ്പ് പോയി. നിങ്ങൾ പോയി നോക്കുക, അന്നേരം മനസ്സിലാവും. ചേച്ചി എന്ത് ചെയ്യാനാ, ഇത് പൊട്ടി വരുന്നത് നിങ്ങളുടെ ദേഹത്തേക്കേ വരുവുള്ളൂ. താന്ന് കിടക്കുന്ന സ്ഥലം നിങ്ങളുടെയാണ്, റോഡിൻ്റെ സൈഡ്. അപ്പോൾ ഇങ്ങനെയേ വരുവുള്ളൂ. നിങ്ങൾ സങ്കടപ്പെട്ട കാര്യമെന്ന്. ഞങ്ങൾ സങ്കടപ്പെടാതെ ഇനി എന്ത് ചെയ്യും? അങ്ങനെയാണ് ഇവരുടെ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു മറുപടി. നമ്മളെങ്ങോട്ട് പോകാനാ? നമുക്കിതിനാലൊന്നും അറിയത്തില്ല. നമ്മൾ ഓരോ ഉരുള് പൊട്ടി വലിയ മഴ കാണുമ്പോൾ എല്ലാം പാക്ക് ചെയ്ത് എടുത്ത് ഞങ്ങൾ പോവുകയാണ് അഭയാർത്ഥികളെ പോലെ. ഇതിനെന്തെങ്കിലും ഒരു ശാശ്വത പരിഹാരം ഗവൺമെൻറ് ചെയ്യുവാണെങ്കിൽ ചെയ്യുക, അല്ലെ ഞങ്ങൾ ഓരോരുത്തരും ഇങ്ങനെ ഒലിച്ചു പോയെന്ന് കേൾക്കാം, അത്രേ ഉള്ളൂ. അല്ല വേറെ ഇതൊന്നും കൂടുതൽ എനിക്ക് പറയാനില്ല. 2018 പൊട്ടിയതാണ്. പിന്നെ അതിനുശേഷം എല്ലാ വർഷവും ക്യാമ്പിൽ പോകുന്ന ആണ് പരിപാടി. പിന്നെ ഈ എല്ലാ വർഷവും ഏത് ഭരണം ഭരിച്ചാലും പിന്നെ എല്ലാ വർഷവും ഈ തോട് ഇങ്ങനെ കിടന്നു പറഞ്ഞാൽ പോലും ഇപ്പം തന്നെ ഈ തോട് നിങ്ങൾ ഫോട്ടോ എടുത്തല്ലോ, കണ്ടല്ലോ. ഇതിന് നടക്കാൻ പോലും വഴിയില്ലാതെ ഞാൻ കല്ലിട്ടിട്ടാണ്, എൻ്റെ ചെറിയ കൊച്ചുള്ളത് ഇവിടെ. ആ കൊച്ചിന് ഞാൻ 2 കല്ലിട്ടിട്ടാണ് ഇപ്പോൾ സ്കൂളിൽ വിടുന്നത്. ഇപ്പം അതുവരെ നടക്കാൻ വയ്യാതെ വരുമായിരുന്നു ഇവിടെ. അധികാരികൾ ഓടി ഇങ്ങോട്ട് വരും. പ്രസിഡന്റ് വന്നു, മെമ്പർ വന്നു, അത് രാഷ്ട്രീയ CPM ആയിക്കോട്ടെ ആരും ആയിക്കോട്ടെ, എല്ലാ വർഷവും ഉരുള് പൊട്ടുന്ന ആ സമയത്ത് പാഞ്ഞ് ഒരാഴ്ച വന്നു പോന്നു. ആ ഒരാഴ്ച അല്ലാണ്ട് പിന്നീട് കഴിഞ്ഞ് ഇതിൻ്റെ ഷോങ് കഴിഞ്ഞു. പിന്നെ അടുത്ത മഴക്കാലത്താണ് ഇങ്ങോട്ട് വരവ്. അതാണ് ഇവിടുത്തെ. അന്നേരം മാത്രം ഒരാഴ്ച എന്നാ പറ്റി ചോദിച്ചിട്ട് ഓടി വരും. പിന്നെ ക്യാമ്പിൽ വന്നു, ക്യാമ്പിൽ പോയി ഇച്ചിരി ഭക്ഷണം തരുന്നതാണ് നമുക്ക് വേണ്ടത്. വോട്ട് ചോദിക്കുന്ന സമയത്ത് വരും. പിന്നെ ക്യാമ്പിൽ പോവാ ഭക്ഷണം തരും. നമുക്ക് ഒരു നേരത്തെ ഭക്ഷണമല്ല ആവശ്യം. നമുക്ക് ഇവിടുത്തെ എങ്ങനെയും ഒന്ന് മാറ്റി സുരക്ഷിത സ്ഥലത്തേക്ക് മാറേണ്ട ഒരു ഇത് അധികാരികൾ എടുക്കുക. അതാണ് മാറ്റം വേണ്ടത്. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ ആ സമയത്ത് മാത്രം 1 or 2 ദിവസം ഓടി എല്ലാവരും പ്രസിഡന്റ് വരും, മെമ്പർ വരും, ഒരു ബ്ലോക്കിൽ നിന്ന് ആളുകൾ വരും, നോക്കി പോയി എന്നാ വേണ്ടേ നോക്കി പോയി ഇപ്പം ചെയ്യാന്ന് പറഞ്ഞിട്ട് പോകും. അത് പറയുന്നതല്ലാണ്ട് ഇന്നേ വരെ ഒരു കാര്യം നമ്മുടെ ഇങ്ങോട്ടുള്ള ഈ വീട്ടുകാർക്ക് ഇവിടെ തന്നിട്ടില്ല എന്ന് 100% ഗ്യാരണ്ടി ഞാൻ പറയുന്നു. അത് ഏത് രാഷ്ട്രീയ പാർട്ടി ആയിക്കോട്ടെ, മാറി ഭരിക്കുന്ന ഏത് രാഷ്ട്രീയ പാർട്ടി ഇതാണ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ അടുത്ത് ഒരാളും നമുക്ക് ഇതുമായിട്ട് അനുകൂലമായിട്ടുള്ള ഒന്നും നമുക്ക് നേടി തന്നിട്ടില്ല. ഇനിയെങ്കിലും അവസാനമായിട്ട് നമ്മുടെ ഒരു മരിക്കുന്നതിന് മുമ്പിലുള്ള ഒരു അന്ത്യാഭിലാഷമായിട്ട് പറയുവാണെങ്കിൽ നമുക്ക് അധികം സ്ഥലവും വേണ്ട, ഒന്നും വേണ്ട, ഒരു 3 സെന്റ് സ്ഥലം, പിന്നെ അതിനകത്ത് ഒതുങ്ങും നമുക്ക് ചെറിയൊരു വീട്. അല്ലാണ്ട് നമുക്കൊന്നും വേണ്ട. നമ്മൾ ചെറിയ കുഞ്ഞുങ്ങളെ കൊണ്ട് കഴിയുന്നത്. അല്ലാണ്ട് നമുക്ക് വേറെ ഒന്നും നമ്മൾ അവകാശപ്പെടുന്നില്ല. നമുക്ക് സുരക്ഷിതമായിട്ട് മഴക്കാലത്ത് നിന്ന് ഉറങ്ങണം, അല്ലാണ്ട് വേറെ ഒന്നും വേണ്ട. 9 വീട്ടുകാരാണ് ഇവിടെയുള്ളത്. പിന്നെ ചെറിയ മക്കളും പ്രായമുള്ളവരും ഒക്കെയാണ് താമസിക്കുന്നത്. ഓരോ മഴക്കാലം ഇവിടെ പേടിയോടെയാണ് കഴിയുന്നത്. ഞങ്ങൾ ഏറ്റവും മുകളിൽ വലിയ പാറക്കെട്ടിൻ്റെ അടിയിലാണ്, ആ മലയുടെ ഏറ്റവും അടിയിലാണ് ഞങ്ങളുള്ളത്. പക്ഷേ ഇനിയെങ്കിലും അധികാരികൾ ഞങ്ങൾക്ക് വേണ്ട ഒരു 3 സെന്റ് സ്ഥലവും ഒരു ചെറിയൊരു വീടും ഞങ്ങൾക്ക് കിട്ടിയിരുന്നെങ്കിൽ അതായിരുന്നു ഏറ്റവും നല്ല ഒരു കാര്യം. എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു കാര്യമാണത്. ഓരോ മഴക്കാലവും ഒരുപാട് പേടിച്ചാണ് ഞങ്ങളിവിടെ കഴിയുന്നത്.
എല്ലാ പ്രാവശ്യവും ഇതുപോലെ ക്യാമ്പിലെ ബന്ധുവീടുകളിലും പോയി വന്നുമൊക്കെയാണ് നിൽക്കുന്നത്. അങ്ങനെയുള്ള സാഹചര്യം ഇനിയെങ്കിലും മാറണമെന്നാണ് പറയാനുള്ളത്. ആദ്യം ഈ 18 വെള്ളം ഇങ്ങനെ വന്നിട്ട് എൻ്റെ മകൻ്റെ പെരയും വേറെ ഒരാളുടെ പെരയും 2 പേരെ പോയി. ആദ്യം മൊത്തം പരിച്ഛേദം പോയി. അവരിപ്പോൾ ഒരാൾ ചപ്പങ്കരിയിലും താമസിക്കുന്ന, ഒരാൾ കൂളിത്തട്ടും താമസിക്കുന്നു. അവർ 2 പേര്. അവരുടെ പെര ഒട്ടുമില്ല, ഒരു മുണ്ട് തുണി വരെ എടുക്കാൻ പറ്റില്ല. രാത്രി 12 മണിക്കാണ് പൊട്ടിയ. അതങ്ങനെ പൊട്ടി അന്നും ഞങ്ങൾ പറഞ്ഞു ഇത് കണക്ക് ആ ക്രഷറിൻ്റെ കീഴിൽ നിന്ന് ഒരു ചെറിയൊരു ഞങ്ങൾക്ക് താമസിക്കാനുള്ള ഒരു സൗകര്യം ആക്കി തന്നാൽ മതിയായിരുന്നു. ഞങ്ങളിപ്പം പേടിച്ച് ആ വീട്ടിൽ കിടന്നുറങ്ങുന്നു. രാത്രിയിലൊക്കെ ആണെങ്കിൽ എന്നാ ചെയ്യും? ചിലപ്പം ലൈറ്റും ഉണ്ടാക്കിയല്ല, കരണ്ടും പോയി. വളരെ വിഷമത്തിലാണ്. ആ മലയുടെ മണ്ടയിൽ നിന്ന് ഇറങ്ങി വരണം. ഞങ്ങളെ 2 പേര് പെരയാ മണ്ടയ്ക്കുള്ള ഏറ്റവും മുകളിലുള്ള. അവിടുന്ന് മറ്റുള്ളവരെ കൂടെ വിളിച്ചു വേണം ഞങ്ങൾ ഇങ്ങോട്ട് വരെ. ഇല്ലേ താഴെയുള്ളവർ വിളിക്കണം, എന്നാലേ പറ്റും. അതുപോലെ ഞങ്ങൾക്കൊരു 3 സെൻറ്റ് സ്ഥലവും ഒരു പെരയും കിട്ടിയാൽ മതി, വേറെ ഒന്നും വേണ്ട. അധികൃതരോടാണ് പറയുന്നത്. ഏട്ടാ ഒന്നുകൂടി ഒന്ന് പറഞ്ഞേ കേട്ടോ. ഞങ്ങളെ ഒരു താമസിക്കാനുള്ള ഒരു 3 സെൻറ്റ് സ്ഥലവും ഒരു പെരയും കിട്ടിയാൽ മതി, ഞങ്ങൾക്ക് വേറെ ഒന്നും വേണ്ട. വെള്ളം വരെ ഇല്ല ഞങ്ങൾക്ക് കുടിക്കാൻ. ഈ തുണി കെട്ടിയിട്ട് ജലനിധിയുടെ വെള്ളം ഇവിടെ ഇല്ലേ? ഇല്ല. പിടിച്ചെടുക്കുന്നു, ഞങ്ങൾക്കില്ല. ആകെപ്പാടെ ദുരിതത്തിലാണ്. ആ ദുരിതം ഒന്ന് മാറ്റി തരണം എല്ലാവരും. മാറ്റി തരണം, അത്രയേ ഉള്ളൂ ഞങ്ങൾക്ക് പറയാം. 2018 അവിടെ ആദ്യമായിട്ട് ഇവിടെ ഉരുൾപൊട്ടിയത്. 2018 ഈ 9 കുടുംബങ്ങളാണ് ഇതിനടുത്ത് താമസിക്കുന്നത്. ഈ 2 കുടുംബത്തിൻ്റെയും 2 വസ്തുക്കളാണ് 6 പൊട്ട് 7 പൊട്ടാണ് ഉരുൾപൊട്ടിയത് 2018. അന്ന് ഈ 9 വീടും ഒറ്റപ്പെടുകയും ഈ വെള്ളം ഈ ചെളി എല്ലാം കൂടി ചെന്ന് ഇവിടെ ഒരു വീടുണ്ട്. ആ വീട്ടിലേക്കാണ് ഈ വെള്ളം കയറിയത്. അന്ന് നമ്മൾ ക്യാമ്പിൽ പോയി താമസിച്ചു. അന്ന് നമ്മൾ കലക്ടർക്ക് പരാതി കൊടുത്തു. കലക്ടർക്ക് പരാതി കൊടുത്തപ്പോൾ അന്ന് കളക്ടർ അടുത്ത് പറഞ്ഞാൽ 24 മണിക്കൂറിനുള്ളിൽ ഇതിൻ്റെ റിപ്പോർട്ട് കൊടുക്കാൻ വേണ്ടി തഹസിൽദാരോട് കളക്ടർ പറഞ്ഞു. പക്ഷേ കളക്ടറിന് ഇത് ഈ തഹസിൽദാരോ താലൂക്ക് ഓഫീസിൽ നിന്ന് ഒരു അന്വേഷണം വന്നില്ല. ഒരു 10-25 ദിവസം കഴിഞ്ഞപ്പോൾ 1-2 പേര് വന്നിട്ട് നമ്മൾ ഇതെല്ലാം കൊണ്ട് കാണിച്ചു. അപ്പോൾ അവർ ആ ചാനലിൽ കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് പോലും ചാനലുകാർ അത് കൊടുക്കാൻ തയ്യാറായില്ല. എന്ന് വെച്ചാൽ കർഷകരുടെ അത്ര സമ്മർദ്ദം ഇതിൽ സ്വാധീനം ചെലുത്തുന്നുണ്ട്. ഇപ്പോൾ തന്നെ വെച്ചാൽ 150 വെടി 200 ഒന്നിച്ച് പൊട്ടിക്കുന്നത്. ഈ ഒന്നിച്ച് പൊട്ടുമ്പോൾ എല്ലാ വീടിൻ്റെ ഈ ജനലിൻ്റെ ചില്ലുകൾ വരെ ഇങ്ങനെ ഒരു കുടുക്ക സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഈ കർഷകർ ഇവിടുന്ന് നിർത്തുക. അതോടൊപ്പം ഈ കുടുംബങ്ങളെ ഇത് മാറ്റി പാർപ്പിക്കുക. 80ഓളം കുടുംബങ്ങളെ മാറ്റി താമസിപ്പിക്കുക. ഇത് എല്ലാ മഴക്കാലവും നമ്മൾ ഈ മഴ വന്നു കഴിയുമ്പോൾ ഒന്നുകിൽ ക്യാമ്പിലേക്ക് അല്ലെങ്കിൽ ബന്ധുവീട്ടിലേക്ക് എല്ലാ വർഷവും ഇങ്ങനെയാണ്. ഇതാണ് സ്ഥിതി. നമുക്ക് എല്ലാ മഴക്കാലമായി കഴിഞ്ഞാൽ എല്ലാവരും ബന്ധുവീട്ടിൽ പോയി ഇവിടെ ഇങ്ങനെ ജീവിയാണ് കടന്നു പോകാനും പറ്റിയാൽ അല്ലെങ്കിൽ തോടിൻ്റെ അവസ്ഥ. ഇതെല്ലാം കൂടി ചെന്ന് കാരണം ഈ താഴെ ഒരു വീടുണ്ട്, മടക്കിക്കാട്ടിൽ എന്ന് പറയും. ഇവരുടെ വീട്ടിലേക്കാണ് ഈ വെള്ളവും ചെടിയും എല്ലാം കൂടി ചെന്നിട്ട് കയറുന്നത്. ഇതാണ് ഇവിടുത്തെ സ്ഥിതി. അപ്പോൾ ഇതിനകത്ത് ഈ വീട്ടുകാരെ എത്രയും പെട്ടെന്ന് മാറ്റി താമസിപ്പിക്കേണ്ട ഒരു സംവിധാനം ഉണ്ടാകണം. ഇനി അടുത്ത ഈ ഉരുൾ പൊട്ടുന്ന കാലത്ത് നമുക്ക് ഇതുപോലെ ക്യാമ്പിലേക്കോ അല്ല ബന്ധുവീടുകളിലേക്കോ പോകാതെ നമുക്ക് മാറി താമസിക്കുന്നതിന് ഒരു സംവിധാനം പഞ്ചായത്താണെങ്കിലും സർക്കാരാണെങ്കിലും ഇടപെട്ട് ഞങ്ങളെ ഈ ഇഷ്ടം വീട്ടുകാരെ ഇവിടെ മാറ്റി താമസിക്കുന്നത്. കാരണം ഇത് ഇവിടുത്തുള്ള ഈ 9-10 വീട്, ഈ 9 വീട് ഈ ഉരുൾ പൊട്ടി വരുന്നതിൻ്റെ അപ്പുറം ഇപ്പുറമാണ്. ഈ നടുക്കുന്ന പൊട്ടുന്നതെങ്കിൽ ഈ 9 വീട്ടുകാരുണ്ടാകില്ല. അപ്പോൾ പേടിച്ചിട്ടാണ് പേടിച്ചാണ്. നമ്മളിപ്പോൾ രാത്രി മഴക്കാലായിട്ടാണ് കടന്നാൽ ഉറക്കം വരികയില്ല. നമുക്കൊന്നും ഉറങ്ങാൻ പറ്റുന്നില്ല. താഴ്മല ഈ പ്രാവശ്യം മഴ വരി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ ഈ ദിനേശ് എന്ന് പറഞ്ഞ ആളുണ്ട്. പുള്ളിയാണ് നമ്മളെ രാത്രി വിളിച്ചേൽപ്പിക്കുന്നത്. വിളിച്ചേൽപ്പിച്ച് നമുക്കൊരു താമസം മാറണമെന്ന് പറഞ്ഞ് ഞങ്ങൾ രാത്രി തന്നെ മാറി. പിന്നെ എല്ലാവരും ക്യാമ്പിലേക്ക് പോയി. ഇപ്പോൾ ഈ വർഷം തന്നെ 2ാമത്തെ പ്രാവശ്യമായി ക്യാമ്പിൽ പോകുന്നത്. ഇതാണ് അവസ്ഥ. പിന്നെ ചെറിയ മക്കളും പ്രായമുള്ളവരും ഒക്കെയാണ് താമസിക്കുന്നത്. ഓരോ മഴക്കാലം ഇവിടെ പേടിയോടെയാണ് കഴിയുന്നത്. ഞങ്ങളെ ഏറ്റവും മുകളിൽ വലിയ പാറക്കെട്ടിൻ്റെ അടിയിലാണ്, ആ മലേൻ്റെ ഏറ്റവും അടിയിലാണ് ഞങ്ങളുള്ളത്. പക്ഷേ ഇനിയെങ്കിലും അധികാരികൾ ഞങ്ങൾക്ക് വേണ്ട ഒരു 3 സെൻറ്റ് സ്ഥലവും ഒരു ചെറിയൊരു വീട് ഞങ്ങൾക്ക് കിട്ടിയിരുന്നെങ്കിൽ അതായിരുന്നു ഏറ്റവും നല്ല ഒരു കാര്യം. എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു കാര്യമാണത്. ഓരോ മഴക്കാലവും
ഒരുപാട് പേടിച്ചാണ് ഞങ്ങളിവിടെ കഴിയുന്നത്. എല്ലാ പ്രാവശ്യവും ഇതുപോലെ ക്യാമ്പിലെ ബന്ധുവീടുകളിലും പോയി വന്നു നോക്കിയാണ് നിൽക്കുന്നത്. അങ്ങനെയുള്ള സാഹചര്യം ഇനിയെങ്കിലും മാറണമെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ വലിയ ആ മലയുടെ അടിവാരത്താണ് ഞങ്ങളുടെ വീട്. ആ റീനയുടെ വീടും ഞങ്ങൾ അടിവാരത്ത് തന്നെയാണ്. ഇങ്ങനെ ഒരു ആ പെരുമലയുടെ അന്ന് തന്നെ ഞങ്ങൾ ചോറും കറിയെല്ലാം വെച്ച് രാവിലെ കഴിക്കാൻ പോലെ നിന്നില്ല. അതിന് ഇത് വെച്ച് കഴിഞ്ഞപ്പോഴാണ് അത്രയും ഒരു വിളി വരുന്നത്. കുഞ്ഞമ്മച്ചി ഉരുള് പൊട്ടി അവിടെ ചുറ്റുമല പൊട്ടി വേഗം അവിടെ നിന്ന് വെച്ച് വെച്ചോളാൻ പറഞ്ഞു. അവിടെ നിന്ന് ഞങ്ങൾ വേഗം ഒന്നും എടുത്തില്ല, മരുന്നും എടുത്തില്ല, വിഷമൊന്നും എടുത്തില്ല. ഞങ്ങൾ അന്നേരം ഇറങ്ങി ഇതിലെ വരുന്ന ഇവിടെ ഇരിക്കട വീട്ടിൽ വെള്ളം ഇവിടെ കുഴിയായി. അതിൻ്റെ അകത്ത് പുള്ളിക്കാരൻ്റെ കാലിലെല്ലാം പോയി. അങ്ങനെ ഞങ്ങൾ ക്യാമ്പിൽ പോയി. അവിടെ ചെന്ന് മൂന്നാമത്തെ ദിവസം മഴ ശകലം കുറവായപ്പോൾ ഞങ്ങൾ വീട്ടിലേക്കൊക്കെ പോന്നു കഴിഞ്ഞപ്പം ഭയങ്കര മഴ. പിന്നെ 2 ദിവസം ക്യാമ്പിൽ കൊടുത്തിട്ടിൽ സ്കൂളിൽ ഞങ്ങൾ ക്യാമ്പിലാണ്. അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഏരിയൊരു തിരിച്ചറിയില്ല. ഞങ്ങൾ പ്രായമുള്ളതാണ്. ഒരു വീടാണ്. പേടിയാണ് ഇവിടെ താമസിക്കാൻ 80 കുടുംബങ്ങൾക്ക്. അധികൃതരോട് എന്താ പറയാനുള്ളത്? അതുപോലെ തന്നെ അവിടെ ഒന്നും മേളിൽ നിന്ന് കാലിൽ വെച്ച് ഇവിടെ വന്നേ കിടക്കുള്ളൂ. അതുപോലെയുള്ള മഴ വെച്ച് പായലും ഇതൊക്കെ കണ്ടു. അതേ അവസ്ഥയാണ് ഞങ്ങളുടെ ജീവിതം. ഇവിടെ ഒരു സുരക്ഷമായ ഒരു ഭവനം ഞങ്ങൾക്ക് കിട്ടണം. 10ഓളം കുടുംബങ്ങളിൽ നിന്നായി ഏകദേശം 40ഓളം അംഗങ്ങളാണ് ജീവൻ പണയം വെച്ച് ഈ അറബിക്കുളത്ത് ഈ പ്രദേശത്ത് താമസിക്കുന്നത്. 2018 മുതൽ 2026 ആയിട്ടും അവരുടെ ആശങ്കകൾ മാറ്റാൻ ഇവിടെ ഒരു അധികൃതരും എത്തിയിട്ടില്ല. ഇവരുടെ ആവശ്യം 3 സെന്റ് സ്ഥലവും അതോടൊപ്പം ഒരു ചെറിയ വീടുമാണ്. ഇത് കാണുന്ന അധികൃതർ ഇവർക്ക് വേണ്ടിയിട്ടുള്ള ഈ ഒരു നല്ല പ്രവൃത്തി, ജീവൻ നഷ്ടപ്പെട്ടിട്ട് ഓടിയെത്തിയിട്ട് കാര്യമില്ല, അതിനു മുന്നേ ചെയ്യേണ്ടത് നിങ്ങൾ ചെയ്യുക. ടീം ട്രൂ മീഡിയ കേരള. ₹1 കോടി സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി ഇമ്മാനുവൽ സിൽക്സിൽ ഓണം പൊന്നോണം ലാഭോത്സവം. ഓരോ പർച്ചേസിനും ലഭിക്കുന്ന സമ്മാന കൂപ്പൺ നറുക്കെടുപ്പിലൂടെ ദിവസവും നേടാം ടിവി, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, ഗോൾഡ് കോയിൻ, ഗിഫ്റ്റ് വൗച്ചർ തുടങ്ങിയ നിരവധി സമ്മാനങ്ങൾ. വിവാഹ വസ്ത്രങ്ങൾക്ക് പ്രത്യേക ഓഫറുകളും സ്പെഷ്യൽ വെഡിംഗ് കൗണ്ടറുകളും, സാരികൾക്കായി വൻ ഓഫറുകൾ, ഏറ്റവും പുതിയ ബ്രാൻഡുകളും ഏറ്റവും പുതിയ ട്രെൻഡുകളുമായി വിശാലമായ ലേഡീസ് സെക്ഷൻ, കുഞ്ഞോമനകൾക്ക് നിഷ്കളങ്കത പകരുന്ന അത്യാകർഷകമായ കിഡ്സ് വെയർ സെക്ഷൻ, സ്റ്റൈലിഷ് ലുക്കിൽ തിളങ്ങാൻ പ്രമുഖ ബ്രാൻഡുകളുടെ ജെന്റ്സ് വെയർ കളക്ഷനുകൾ, കൂടാതെ ഓണം സ്പെഷ്യൽ സൂപ്പർ കോംബോ ഓഫറുകളും. ഈ ഓണക്കാലം ഇമ്മാനുവൽ സിൽക്സിനൊപ്പം ആവട്ടെ. ഇമ്മാനുവൽ സിൽക്സ് നിയർ സിറ്റി സെന്റർ, ഇരിട്ടി, ഓൾസോ അറ്റ് കണ്ണൂർ, കാഞ്ഞങ്ങാട് ആൻഡ് പട്ടാമ്പി.